ഇനി തണുത്ത് വിറയ്ക്കുന്ന മഞ്ഞും ഐസും ഒക്കെ ആസ്വദിക്കാൻ കുളു മണാലിയിലേക്കോ കാശ്മീരിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം എമ്മോട്ടിയിലേക്ക് വന്നാൽ മതി. ഇവിടുത്തെ രണ്ടാമത്തെ നിലയിൽ ആരംഭിച്ചിരിക്കുന്ന സ്നോ മാനിയ ഐസ് വേൾഡ് നിങ്ങളെ 1 മിനിറ്റ് കൊണ്ട് മഞ്ഞ് മൂടിയ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ സ്നോ മാനിയയുടെ മുഴുവൻ വിശേഷങ്ങളും ടിക്കറ്റ് റേറ്റും അകത്തുള്ള അനുഭവങ്ങളും കുറച്ച് വീഡിയോസും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ്. തിരുവനന്തപുരത്ത് മോൾ ഓഫ് ട്രാവൻകൂറിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് സ്നോ മാനിയ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കുടുംബത്തോടൊപ്പമോ ഫ്രണ്ട്സിനൊപ്പമോ കുട്ടികളോടൊപ്പമോ സമയം ചെലവഴിക്കാനുള്ള ഒരു മികച്ച ഇടമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. മുതിർന്നവർക്ക് 550 രൂപയും കുട്ടികൾക്ക് 450 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഇവിടെ അകത്ത് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രത്യേക ജാക്കറ്റും ഗ്ലൗസും സോക്സും ഷൂസ് ഇടാനുള്ള കവറും എല്ലാം നമുക്ക് അവിടെ നിന്ന് തരുന്നതായിരിക്കും. കാരണം അകത്തുള്ള ടെമ്പറേച്ചർ ഏകദേശം -10 ഡിഗ്രിയിലും താഴെയാണ്. ക്യാപ്പും ഗ്ലൗസും ബൂട്ട്സും നമുക്ക് ഊരിക്കഴിഞ്ഞാൽ നല്ല പെയിൻ എടുക്കും. നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ പെയിൻ. നല്ല ടെമ്പറേച്ചർ ഉണ്ട്, അത് നല്ല തണുപ്പാണ്. മെയിനായിട്ട് ക്യാപ്പ് വരാൻ നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ കാൽ നല്ല പെയിൻ ആയിരിക്കും. ഇവിടെ ഇത്രയും ജോലി ചെയ്യുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും. കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് 3 ഡോറാണുള്ളത്: എൻട്രി, എമർജൻസി എക്സിറ്റ്. നമുക്ക് എൻട്രി, എമർജൻസി എക്സിറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. എക്സിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3ാമത്തെ ഡോറുണ്ട്, അതിൻ്റെ ലാസ്റ്റ്. ആ ഡോറിൽ കൂടെ വോളണ്ടിയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരിറങ്ങും. നിങ്ങൾക്ക് തണുപ്പ് പറ്റിയില്ലെങ്കിൽ അവരടുത്ത് പറഞ്ഞാൽ മതി, അവർ പെട്ടെന്ന് അറിയിക്കും. വല്ല അസ്വസ്ഥത വല്ലതും ഉണ്ടെങ്കിൽ അവിടെ വോളണ്ടിയേഴ്സ് ആകുമ്പോൾ അവരടുത്ത് മെയിനായിട്ട് പറയാതിരിക്കില്ല, മെയിനായിട്ട് പറയണം. ഓക്കെ, ഫോട്ടോസും വീഡിയോസും എടുക്കുക. എത്ര സമയം ഉണ്ടെങ്കിൽ ഇരിക്കാം നിങ്ങൾക്കകത്ത്. ആദ്യം തന്നെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. നല്ല കൊടും തണുപ്പാണ്. പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ നിങ്ങൾ മഞ്ഞും ഐസും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തോട് പൊരുത്തപ്പെടുന്നതായിരിക്കും. അവിടെ ഐസ് കട്ടകൾ കൊണ്ട് ഒരു സോഫ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കൗതുകത്തിന് അതിൻ്റെ പുറത്തൊന്ന് ഇരുന്ന് നോക്കി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അധിക നേരം ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേക്കും മറ്റേ സലീം കുമാർ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കുണ്ടിയെല്ലാം പോച്ച്. ഇവിടെ നിങ്ങൾക്ക് മഞ്ഞിൽ നടക്കാനും ഫോട്ടോകൾ എടുക്കാനും കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും കുറച്ച് സമയം ചെലവഴിക്കാനും നല്ലൊരു സ്ഥലമാണ്. ഇത് മുഴുവൻ ഐസ് അലങ്കാരങ്ങളും മഞ്ഞിൻ്റെ പശ്ചാത്തലവും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്കായി റീലുകളും ഫോട്ടോകളും എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളും ഇവിടെ ലഭ്യമാണ്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഇരുന്ന് ഒരു ഹിൽ സ്റ്റേഷൻ ഫീൽ അനുഭവിക്കാനാവുന്നതാണ് സ്നോ മാനിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.